ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളെ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് മോഡ്യൂളാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ ഞാൻ തരാം, എന്തൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ, എന്തൊക്കെ നോക്കേണ്ടതെന്നൊക്കെ റിയലായിട്ട് കാണിക്കാനാണ് ഞാൻ ജസ്റ്റ് ഗൂഗിൾ വഴി എല്ലാം കാണിച്ചു തരാം. സോ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡീസ് നമ്മൾ പൊതുവെ NSE ഉണ്ട്, BSE ഉണ്ട്. ഈ NSEയും BSE ആണ് ശരിക്കും നമ്മൾ ഇന്ത്യയിൽ തന്നെ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. ഈ ഇക്വിറ്റി അതുപോലെ തന്നെ ബാക്കി എല്ലാ ഷെയർസും വാങ്ങുന്നതും വിൽക്കുന്നതും ഈ NSE BSEയിലൂടെയാണ്. സോ ഇക്വിറ്റി ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്, ഇതൊക്കെയാണ് കാര്യമായിട്ട് ട്രേഡിങ് ചെയ്യുന്നത്. സോ മാർക്കറ്റ് ഇൻഡീസിലെ മെയിനാണ് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്നലെ ജസ്റ്റ് NSEൻ്റെ വെബ്സൈറ്റ് ഇതാണ്, NSE. ഓക്കെ, NSE. ഈ NSEയിൽ കാര്യമായിട്ട് നമ്മൾ 50 കമ്പനികളുടെ സ്റ്റോക്ക് വെച്ചിട്ടാണ് NSEയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കണ്ടെത്താറ്. ജസ്റ്റ് ഇതാണ് NSEയുടെ വെബ്സൈറ്റ്. ഞാൻ പറഞ്ഞിരുന്നു, മറ്റൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു. ഈ ഒരു സെഷന് പറഞ്ഞ പേരാണ് ഗെയിൻ, അതായത് ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ ഗെയിൻ നേടിയ ആൾക്കാർ ഒരു സ്റ്റോക്ക് പ്രൈസിൽ. ഇതാ ദിവസത്തെ ഏറ്റവും ലോസ് ഉണ്ടാക്കിയ മാർക്കറ്റ് പ്ലെയേഴ്സ്. ഓക്കെ അല്ലേ? NSEയിൽ നമ്മൾക്ക് ഇക്വിറ്റി ട്രേഡ് ചെയ്യാം, അതുപോലെ ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യാം, കമ്മോഡിറ്റീസ് ട്രേഡ് ചെയ്യാം, കറൻസി ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യാം, ഇൻ്റർറേറ്റഡ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യാം, അതുപോലെ ഇൻഡെക്സ് എന്നാൽ ഓരോ ഇൻഡെക്സുകളുണ്ട്. അതുപോലെ തന്നെ ഗോൾഡ്, പല രീതിയിലുള്ള കാര്യങ്ങൾ, ഓപ്ഷൻ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, NSEയിൽ ട്രേഡ് ചെയ്യാം. സോ ജസ്റ്റ് ഞാൻ ഇക്വിറ്റി എടുക്കാം. ഇക്വിറ്റിയിൽ NSEയിലെ മെയിനായിട്ടുള്ള മാർക്കറ്റ് ഇൻഡീസാണ് നിഫ്റ്റി 50. ഈ നിഫ്റ്റി 50ൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ NSEയിലെ ടോപ്പ് 50 കമ്പനീസിൻ്റെ സ്റ്റോക്ക് വാല്യൂസാണ് NSE നിഫ്റ്റി 50യിൽ കാണിക്കുന്നത്. ഓക്കെ, ഇത് NSEയിലെ 50 ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള കമ്പനീസാണ്. ഈ കമ്പനീസിൻ്റെ സ്റ്റോക്ക് വാല്യൂസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ചിട്ടാണ് NSEൻ്റെ നിഫ്റ്റി 50 എന്ന ഇൻഡീസ് ഫോം ചെയ്യുന്നത്. ഇതുപോലെ തന്നെ NSEയിലെ വേറെ കുറേ ഇൻഡീസുകളുണ്ട്. NSE നെസ്റ്റ് 50, NSE മിഡ് ക്യാപ് 50, ഇതൊക്കെ NSEൻ്റെ ഓരോ രൂപങ്ങളാണ്. അടുത്തതാണ് സെക്ടർ വൈസ് ഇൻഡീസ്. ആകുമ്പോൾ NSE ഓട്ടോമൊബൈൽ കമ്പനികളുടെ ഒരു കൂട്ടം കമ്പനികളെ സെലക്ട് ചെയ്തിട്ട് ആ കൂട്ടം കമ്പനിയെ വെച്ചിട്ട് എത്രത്തോളം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊന്നാണ് നിഫ്റ്റി ബാങ്ക്. ഇപ്പോൾ ഈ നിഫ്റ്റി ബാങ്കിൽ നമ്മൾ SBI ഉണ്ടാവും, ഫെഡറൽ ബാങ്ക്, HDFC, ഏതൊക്കെ ബാങ്കാണോ ലിസ്റ്റ് ചെയ്തത് എല്ലാ ബാങ്കിൻ്റെയും സ്റ്റോക്ക് പ്രൈസ് ഇതിലുണ്ടാവും. അതുപോലെ തന്നെ എനർജി, ഫിനാൻഷ്യൽ സർവീസസ്, FMCGs, നിഫ്റ്റി IT, മെറ്റൽസ്, ഫാർമ, ദെൻ പ്രൈവറ്റ് ബാങ്ക്. സോ ഈ നിഫ്റ്റി ഇൻഡീസിൽ സെക്ടർ വൈസ് കാണിക്കുന്നത് നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യയിൽ എത്രത്തോളം ഏത് കമ്പനിയാണ് ഏറ്റവും നല്ല വെൽ പെർഫോം ചെയ്യുന്നത്, ഫിനാൻഷ്യലായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് ഏതിൽ, നിഫ്റ്റി ഓട്ടോയിൽ എന്നറിയാൻ വേണ്ടിയിട്ട് നിഫ്റ്റി ഓട്ടോ എന്ന ഇൻഡീസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും നല്ല കമ്പനികൾ കാണിച്ചിട്ട് ഉണ്ടല്ലേ, ബജാജ് ഉണ്ട്,
ടി വി എസ് മോട്ടോഴ്സ് ഉണ്ട്, MRF ഉണ്ട്, മാരുതി ഉണ്ട്, ടാറ്റ മോട്ടോഴ്സ്, ഹീറോ. സോ ഡിഫറെൻറ്റ് കമ്പനീസും അവരുടെ വാല്യൂസും കാണിക്കുന്നുണ്ട്. ഈ ടോട്ടൽ കമ്പനീസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് നിഫ്റ്റി ഓട്ടോ എന്ന ഇൻഡീസ്. അടുത്തതാണ് FMCG ഉണ്ട്. ദെൻ പല രീതിയിലുള്ള ഇൻഡീസ് ഉണ്ട്. ഈ ഇൻഡീസ് ക്ലാസിഫിക്കേഷൻസ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് നാച്ചർ ഓഫ് ദി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് വിച്ച് പ്രൊവൈഡ് ബൈ ദി കമ്പനി. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, നിഫ്റ്റി MNCs ഉണ്ട്. പല രീതിയിൽ എന്തുണ്ട്, നമ്മൾ കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് സിമ്പിളായിട്ട് നിഫ്റ്റി ഇൻഡെക്സിലെ ഇൻഡീസുകൾ. ഓക്കെ അല്ലേ? എനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നിഫ്റ്റി എന്ന് വെച്ചാൽ NSEയുടെ ഇൻഡീസിന് പറഞ്ഞ പേരാണ് നിഫ്റ്റി എന്ന്. ഈ നിഫ്റ്റിയിൽ എത്ര ഉണ്ടാവും? NSE നിഫ്റ്റിയിൽ 50 സ്റ്റോക്ക്. ഓക്കെ അല്ലേ? 50 കമ്പനികളുടെ സ്റ്റോക്ക് വാല്യൂ വെച്ചിട്ടാണ് നിഫ്റ്റി 50 മെഷർ ചെയ്യുന്നത്. നിഫ്റ്റി 50 വെച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ NSEയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ കണ്ടെത്തുന്നത്. ഇതാണ് ജസ്റ്റ് NSE സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇൻഡെക്സിൻ്റെ അല്ലെങ്കിൽ ഇൻഡീസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് NSE കഴിഞ്ഞ അടുത്തതാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE. SP BSE സെൻസസ് ആണ്. SP എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, അവരുടെ റേറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. സോ ഇന്നത്തെ നിലവാരം വെച്ചിട്ട് BSEക്ക് നഷ്ടമാണുള്ളത്. അറൗണ്ട് 0.16 നഷ്ടമാണ് ഇന്ന് BSEയുടെ സെൻസസ് ഉണ്ടാക്കിയത്. സോ ഇന്നത്തെ BSE സെൻസസിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു ഓവർവ്യൂ ആണിത്. സോ ഇന്ന് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തത് പ്രോഫിറ്റിലായിരുന്നു. ദെൻ ഇറ്റ്സ് ഗോൺസ് അപ്പ് ആൻഡ് ഡൗൺസ്. പക്ഷേ ഇത് ക്ലോസ് ചെയ്തത് ലോസ് ആയിട്ടാണ്. സോ ഇതാണ് NSEയിലും BSEയിലും ഏകദേശം ഒരേപോലെയാവും എല്ലാ സ്റ്റോക്ക് പ്രൈസസും. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ NSEയിൽ 50 കമ്പനിയുടെ സ്റ്റോക്ക് വെച്ചിട്ടാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ BSEയിൽ വെറും 30 കമ്പനീസിൻ്റെ സ്റ്റോക്ക് വെച്ചിട്ടാണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കണ്ടെത്തുന്നത്. SP BSE സെൻസസ് ക്ലിക്ക് ചെയ്യാം. BSE സെൻസസ് ഞാൻ പറഞ്ഞു നേരത്തെ 30 കമ്പനീസിൻ്റെ സ്റ്റോക്ക് വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുക, ടോട്ടൽ മാർക്കറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഏതൊക്കെയാണ് 30 കമ്പനികൾ നോക്കൂ. ഏഷ്യൻ പെയിൻറ്റ്സ് ഉണ്ട്, ആക്സിസ് ബാങ്ക് ഉണ്ട്, ബജാജ്, അങ്ങനെ ബജാജ് ഫിനാൻസസ്, ബജാജ്, അതുപോലെ എയർടെൽ, HTC, HDFC ബാങ്ക്, ഹിന്ദുസ്ഥാൻ യൂണിലിവേഴ്സ്, ICICI ബാങ്ക്, അങ്ങനെ 30 കമ്പനീസിൻ്റെ ക്യാപിറ്റൽ വെച്ചിട്ടാണ്, സ്റ്റോക്ക് ക്യാപിറ്റൽ വെച്ചിട്ടാണ് NSEയുടെ അല്ലെങ്കിൽ BSEയുടെ സെൻസസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻസ്. സോ ഇതാണ് രണ്ടാമത്തത്. ഒന്ന് NSE, രണ്ടാമത് BSE. NSEയിൽ എത്രയാണ്? 50 കമ്പനീസിൻ്റെ സ്റ്റോക്ക് വെച്ചിട്ടാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ BSEയിൽ വെറും 30. ഓക്കെ, അടുത്തതാണ് MCX ആണല്ലോ ശരിക്കും പറഞ്ഞാൽ മൾട്ടി കമ്മ്യൂണിറ്റി സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ഇന്ത്യയിലെ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് മാർക്കറ്റിലെ ഏറ്റവും നല്ല പെർഫോം ചെയ്യുന്ന മാർക്കറ്റാണ് MCX.
സോ ജസ്റ്റ് ഒന്ന് കാണാമെന്നുള്ളൂ. ഇത് വെച്ചാൽ MCXൻ്റെ ഇൻഡീസ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇൻഡെക്സ് കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കമ്മോഡിറ്റി മാർക്കറ്റ്, ഇപ്പോൾ ഗോൾഡ് അതുപോലെ സിൽവറിൻ്റെ ഒക്കെ വിലപ്പട്ടികകളാണ്. സോ ഇതാണ് എൻ്റെ വെബ്സൈറ്റ്. ഓക്കെ, MCXൻ്റെ വെബ്സൈറ്റ് ഇങ്ങനെയാണ്. MCX എന്നാൽ മെറ്റൽ എനർജി ട്രേഡ് വിത്ത് ട്രസ്റ്റ് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചാണ് MCXൻ്റെ ഫുള്ളായിട്ട് പറയുന്നത്. സോ MCXലെ കമ്മോഡിറ്റി ഇൻഡീസിൻ്റെ കോമ്പോസിറ്റുകളാണ്. സോ ഇന്ന് ഗോൾഡിൻ്റെ വില സിമ്പിളായി നോക്കിയാൽ മതി. അതുപോലെ സിൽവറിൻ്റെ വില, കോപ്പറിൻ്റെ വില ഇന്ന് നഷ്ടത്തിലാണ്, സിങ്ക് ഇന്ന് നഷ്ടത്തിലാണ്, ക്രൂഡ് ഓയിൽ ഇന്ന് ലാഭത്തിലാണ്, അങ്ങനെ കോട്ടൺ ഇന്ന് നഷ്ടത്തിലാണ്. ഈ ഗൂഡ്സ് ആൻഡ് കമ്മോഡിറ്റീസ് ഉണ്ടാവില്ലേ, ഗോൾഡ്, ബില്യൻസ്, ഓയിൽസ്, ഇത് ട്രേഡ് ചെയ്യുന്നു, വാങ്ങുന്നു, വിൽക്കുന്ന. ശരിക്കും നമ്മളൊരിക്കലും ഫിസിക്കലായിട്ട് വാങ്ങുന്നില്ല, ഇൻസ്റ്റൻറ്റ് നമ്മൾ അതിൻ്റെ പ്രൈസാണ് നമ്മൾ വാങ്ങി വെക്കുന്നത്. ഓക്കെ, ഇതിൽ കോമ്പോസിറ്റുകളാണ് ബില്യൻസ്, ബേസ് മെറ്റൽസ്, ഗോൾഡ്, സിൽവർ, കോപ്പർ, ഓയിൽ, ഇനിയും ഉണ്ട്. സോ ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മളെ MCXലെ അതല്ലെങ്കിൽ കമ്മോഡിറ്റി മാർക്കറ്റിലെ സ്റ്റോക്കിൻ്റെ വെച്ചാൽ ഗുഡ്സിൻ്റെ വാല്യൂസ് കാണിക്കുന്നതാണ്. സോ MCX ഇൻഡെക്സ് എന്താ കാണിക്കുന്നത് വെച്ചാൽ ഗുഡ്സ്, മെറ്റൽസ്, സിൽവർ, ഗോൾഡിൻ്റെയൊക്കെ വിലപ്പട്ടിക. ശരിക്കും മലയാളത്തിൽ പറഞ്ഞാൽ കമ്പോള നിലവാരമാണ് MCXൻ്റെ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ.